അതുകൊണ്ടാണല്ലോ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത്. അല്ലെങ്കിൽ ഇതല്ല, തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം ഇന്ന് കുറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. കാരണം ഇതിന്റെ തൊട്ടടുത്താണല്ലോ നമുക്ക് ദുരന്തം 2024 ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നാലും ഈ JCB ഈ ടിപ്പർ ഉൾപ്പെടെയുള്ള പണി നടക്കുന്നുണ്ട്. ഇതിന്റെ കണക്ടിവിറ്റി കിട്ടിയാൽ മാത്രമേ ബാക്കി നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയൂ. മരണസംഖ്യ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഇല്ല, പറയാൻ പറ്റില്ല. 2 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് HML ഹോസ്പിറ്റലിലെ ക്ലിനിക്കിലുണ്ട്. ഒന്ന് ഇന്ന് കുറച്ചു മുമ്പ് കിട്ടിയ ബോഡി ബൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേര് ട്രീറ്റ്മെന്റില് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. 7 പേരെ കാണാനുണ്ട്. അതാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. മിസ്സിംഗ്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടോ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടരാനുള്ള കാരണം? അല്ല, അത് എന്താണെന്നുള്ളത് അത് പരിശോധിക്കപ്പെടണം. സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണം. 2. ഈ പ്രദേശത്തെ ആളുകൾ ആരും അല്ല, അങ്ങനൊരു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു അപകട സൂചന ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ബാക്കി എല്ലാവരെയും മാറ്റുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ താഴേക്കുള്ള ആളുകൾ മേലെയുള്ള ആളുകൾക്ക് മാറ്റുന്ന മേഖല ഏതൊക്കെ സ്ഥലം വരെ ഉള്ളിടത്ത് ആളുകളെ മാറ്റുന്നത്? അല്ല, അത് അതിന്റെ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് റവന്യൂ. അതനുസരിച്ച് ദുരന്തത്തിൽ ഇനി പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. 18 പേരാണ്. 18 പേരിൽ 9 പേരിപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലോട്ട് ചികിത്സയിലുണ്ട്. 2 ഡെത്ത് ഉണ്ട്. 11 പേര്. 7 പേരാണ് മിസ്സിംഗ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരാളെയും കൂടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് 6 പേരെയാണ് കണ്ടെടുത്തിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ കണക്കനുസരിച്ച് 7 പേര്. സ്വാഭാവികമായിട്ട് നമ്മുടെ ആ മേഖലയിൽ നിന്നാണല്ലോ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നത്. അല്ല, ഇത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ പരിശോധന നടത്തിയാണ്. പരിശോധന നടത്തിയത് ഇവർക്ക് ചില പ്രിക്കോഷൻസിനുള്ള ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുത്തെ IC ML പറഞ്ഞ പോലെ അത് വേണ്ടത്ര ഒരു ഗൌരവത്തിലെടുത്തില്ല. ഇപ്പൊ നമുക്കിത് മനസ്സിലാവുന്ന കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ SBBയും അതോടൊപ്പം തന്നെ കോൺടാക്ട് ഇല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇതിനൊരു കോർഡിനേഷൻ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതാണ് ഇതിന് പറ്റിയൊരു അപകടം. ഗവൺമെന്റുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു കോർഡിനേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം ചില ഇവർ ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമുക്കൂടെ ബോധ്യപ്പെടും. ജില്ലാ ഭരണകൂടം പോലും പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ഒരു ദുരന്ത സമയത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് അവരെ കണ്ടെത്തുക, ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ള. അതുപോലെ ഇനി ഒരു മഴ വന്നാലൊന്നും അടുത്തുള്ള ആളുകൾക്കൊന്നും പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. ബാക്കിയുള്ള കാര്യം ഗവൺമെന്റ് കൂടിയാലോചിച്ച് ചെയ്യുക. കാര്യത്തിൽ 2 മിനിസ്റ്റേഴ്സും കൊണ്ട് പോകുന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചാർജുള്ള DCT മിനിസ്റ്ററും അവരോട് എത്തിക്കഴിയുമ്പോൾ കൂടിയാലോചിച്ച് ചെയ്യുക. ഏതായാലും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ടൈം ബോണ്ടായിട്ട് നടന്നു. ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു പരാതിയോ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പിന്നെ എല്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ നേട്ടമാണ്. പക്ഷേ ഇനിയത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വികസന പ്രവർത്തനം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുടെ ജീവൻ പണയം വെക്കേണ്ടി വരും. താമസം നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു എന്നല്ല, ഈ മണ്ണ് ഇവിടുന്ന് നീക്കണം എന്ന് 2 മാസം മുന്നേ തന്നെ ഞങ്ങൾ മീറ്റിംഗ് ചേർന്ന് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ ഈ പുഴ സൈഡാണ്, തൊട്ട് താഴെ പാലമാണ്, ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് ഇവിടുന്ന് താഴേക്കുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ മണ്ണ് ഒഴിവാക്കണം എന്ന് 2 മാസം മുന്നേ തന്നെ ഞങ്ങൾ ഇവർക്ക് നിർദ്ദേശം കൊടുത്തതാണ്. അതായത് വലിയ തോതിലാണോ മണ്ണ് കൂട്ടി? മണ്ണ് അതെ, ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അത് ചാക്ക് ഷീറ്റ് പുതച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അത് ശാശ്വതമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. കാരണം ഇപ്പം അവിടെ കാണുന്ന മണ്ണും അതവിടെ നിൽക്കുന്നത് ശാശ്വതമല്ല എന്ന്. വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ ആ മണ്ണ് താഴേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പുഴയ്ക്ക് താഴേക്കുള്ള ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കത്ത് നൽകിയിട്ട് അവരതിന് എന്തെങ്കിലും മറുപടി നൽകിയോ? എന്ത് പ്രതികരണമാണ് ഉണ്ടായത്? അല്ല, അവര് പറയുന്ന മണ്ണ് ഒഴിവാക്കാൻ അവർക്ക് ഏരിയ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കിയത്. അത് നേരത്തെ തന്നെ അവർ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഈ മണ്ണ് മാറ്റിയിടാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് അതിനൊരു കാരണമല്ല. കാരണം ഈ ചൂരൽമലയിലൊക്കെ വലിയ അപകടം ഉണ്ടായി നമുക്ക്. തീർച്ചയായിട്ടും ഞങ്ങളത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. കളക്ടർ നേരിട്ട് 2 or 3 ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ DDMA മീറ്റിംഗ് ഇരുന്നു. ആ മീറ്റിംഗിൽ ഞങ്ങൾ ഇവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞത്, അപ്പൊ ഒന്ന് എന്താന്ന്
എന്ന് പറയുന്നത് വളരെ ഇതായൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് അവിടെ നിൽക്കില്ല. കാരണം ആ ഒരു അവസ്ഥയാണ് മണ്ണിന്റെ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പം ആളുകൾ പ്രദേശവാസികളൊക്കെ വല്ലതും പെട്ടിട്ടുണ്ടോ? ഈ നിങ്ങൾക്കൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? അതല്ല, പ്രദേശവാസികളൊന്നുമില്ല. ഇവിടെ 18 പേരുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫ് അംഗങ്ങൾ തൊഴിലാളികളെ 2 ദിവസമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തം നടക്കും. ഒരു മുന്നറിയിപ്പിന്റെ ഫലം കൂടി ആയിരുന്നായിരിക്കും. അതെ. അപ്പോൾ 2 ദിവസം മുന്നേ തൊഴിലാളികളെ തൊഴിൽ നിർത്തിവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുണ്ട്. 18 പേരാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് അവരെ കണക്ക് പ്രകാരം അവർ തന്നിട്ടുണ്ട്. അതിൽ 9 പേര് മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലുണ്ട്. 2 ഇടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7 പേരെയാണ് നമുക്ക് കാണാനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു ആളെയും കൂടെ കണ്ടു കിട്ടിയെന്ന് പറയുന്നു. അത് ഡെത്ത് ആവാനാണ് സാധ്യത. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനിയിപ്പോ ശ്രമകരമാണ് അല്ലെ സത്യത്തിൽ ഇതുപോലെ ഒരു വലിയ മലയായിട്ട് ഇളകി കിടക്കുന്നിടത്ത് തെരച്ചിൽ നടത്തുന്നത് ആളുകളുടെ പോലും, പ്രത്യേകിച്ച് മഴ ഇങ്ങനെ മഴ തുടരുകയാണ്. അപ്പോൾ ജനങ്ങളെ സേഫ് ആക്കുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് പാലം, നിലവിലുള്ള പാലം പിന്നെ അങ്ങോട്ട് തുറന്നു കൊടുക്കുന്നതിന് 2 അപ്പുറവും ഇപ്പുറവും വെച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോയതാണ്, മേപ്പാടി സ്കൂളിലേക്ക്. ആ സ്കൂളിൽ ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ ഇവിടെ ഇങ്ങോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ രക്ഷിതാക്കളെ അങ്ങോട്ട് എത്തിക്കണം. അവർ സമഗ്രമായ കാര്യമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. താൽക്കാലിക പാലം ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റിനെ 2 കുട്ടികളും രക്ഷകർത്താക്കളും 2 വശത്തായിട്ട് നിൽക്കുകയാണ്. കുട്ടികൾ സ്കൂളിൽ മേപ്പാടി സ്കൂളിലാണ്, പിന്നെ രക്ഷിതാക്കള് വീടുകളിലുമാണ്. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായിട്ട് മണ്ണ് നീക്കി താൽക്കാലിക പാലം സൗകര്യമൊരുക്കി അവരെ പുറത്തെത്തിക്കുക എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ അവിടെ ക്യാമ്പുകളൊക്കെ ക്രമീകരിക്കേണ്ടി വരും. ക്യാമ്പ് ക്രമീകരിക്കുന്നുണ്ട്, മേപ്പാടി ക്യാമ്പ് ക്രമീകരിക്കുന്നുണ്ട്. അതിനൊക്കെ സംവിധാനം എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ജില്ലാ ഭരണകൂടമുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി. കൂടുതലിടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ ഈ ഒരു മുൻകരുതൽ എന്ന ഇതിൽ താഴേക്ക് പോകുമ്പോൾ? ഇല്ല, കാരണം ഈ 2 മേപ്പാടി മൂപ്പേനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന, അതായത് കാന്തമ്പാറ ഉൾപ്പെടുന്ന പുഴയുടെ സൈഡിലുള്ള ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ള അടിയന്തര നടപടി എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മുന്നറിയിപ്പ് അന്ന് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു ചെറിയ രീതിയിലുള്ള നമ്മൾ കൊടുത്തതാണ്. സ്വീകരിച്ചിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. എന്തായാലും അതാണ് ഇനി അപകടം നടന്ന ശേഷം പറഞ്ഞിട്ടല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. അവർ കൃത്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ മാസം 20-ന് ഈ സംബന്ധിച്ച ഒരു കത്ത് ഈ നിർമ്മാണം നടത്തുന്ന കമ്പനിക്ക് നൽകി. പക്ഷേ അതിനൊരു കൃത്യമായ വിശദീകരണം നൽകിയില്ല. അവർ പറഞ്ഞ മറുപടി ഇത്ര അധികം മണ്ണ് മാറ്റിയിടാൻ ഒരു ഉചിതമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നും നടന്നത്. എന്തായാലും ഇപ്പോൾ ഒരാളെ കണ്ടുകിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് മരിച്ച നിലയിലാണ് എന്നാണ് അല്പസമയം മുമ്പ് ജില്ലാ പഞ്ചായത്ത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.